പേഴ്സണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കമൻസുകൾ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പാണെങ്കിലും സുന്ദരിയാണ്. അതൊരു പുതിയൊരു കമൻ്റ് അല്ല. എന്നോട് ഞാൻ എൻ്റെ ജീവിതകാല സാഹചര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ കറുപ്പാണെങ്കിലും സുന്ദരി. അപ്പം ഫസ്റ്റൊക്കെ ഞാനതിൽ ഭയങ്കര അഭിമാനം കൊണ്ട് ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നത്. പക്ഷെ പിന്നീടാണ് ഞാൻ കുറച്ചും കൂടി എൻ്റെ തോട്ട്സും എൻ്റെ ചിന്തകളൊക്കെ ഒരുപാട് അതിൽ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയപ്പോഴാണ് ഞാൻ അതിനുള്ളിലുള്ള ആ ഒരു എന്താ പറയുക വർണ്ണവിവേചനത്തിനെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം ഉള്ളിലപ്പം ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങി, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇത് വെളുപ്പാണെങ്കിൽ ഞാൻ ഒരിക്കലും ഫെയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വെളുപ്പ് എന്ന് പറയുന്ന ഒരിക്കലും ഞാൻ ഡിഗ്രേഡ് ചെയ്ത് സംസാരിക്കുകയല്ല. ബട്ട് നമ്മളെപ്പോഴും ഡാർക്ക് ആയതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ചുറ്റും ഞാൻ കാണാറുണ്ട്. പലരും അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ കറുപ്പാണെങ്കിലും സുന്ദരിയാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം. പിന്നെ വേറെ കമൻസുകൾ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമലൈസ് ചെയ്യാണ്, ഇത് ഷീസ് ജസ്റ്റ് എ ഗേൾ, ഇതിന് ഇത്രമാത്രം ആഘോഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇങ്ങനൊരു സൊസൈറ്റിയാണ് ഞാനും ആഗ്രഹിക്കുന്നത്, അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടുന്നത്. വാട്ട് എവർ ദ സ്കിൻ ടോൺ, നമ്മളിപ്പോൾ ഫെയർ ആണെങ്കിലും ഡസ്കി ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും ആ ഒരു സ്കിൻ ടോൺ ബേസ്ഡ് ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സൊസൈറ്റി നമുക്ക് വരണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ മാത്രമാണ് അത് ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളത്. സോ അത് നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്ന ആൾക്കാരുടെ ഞാൻ അവരുടെ മൈൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ബട്ട് ഒരുപാട് പേര് അങ്ങനെയല്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്നും പലരുടെയും എന്താ പറയുക സിറ്റുവേഷനിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതെ, അപ്പം ഇങ്ങനെയൊരു ഇത് ഈ പറയുന്നത് അനുഭവിച്ചിട്ടുള്ളവർ ഒരുപാട് പേര് ഈ ഒരു ഫോട്ടോഷൂട്ട് വൈറലായതിനു ശേഷം വിളിച്ചിട്ടുണ്ട്. ഉണ്ട് ഒരുപാട് പേര്. ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ എന്നാൽ പോലും ഫേസ്ബുക്കിൽ കൂടെ ഇങ്ങനെ മെസ്സേജ് ഓരോരുത്തരാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു ചേച്ചിയാണ്, എൻ്റെ ഭർത്താവ് ഈ കളർ ഇതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഞാൻ ഇപ്പോഴും ഒരു ചിരി എപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ റീൽസിലൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സിൻ്റെ കളേഴ്സിനെ പറ്റി ഞാൻ ബോധേഡല്ല. വാട്ട് എവർ ഞാൻ ഇടുന്ന കളേഴ്സിനെ അല്ല, ഞാൻ ആ ഡ്രസ്സ് ഇടുമ്പോൾ കംഫോർട്ടാണോ എന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. എനിക്കിപ്പോൾ ചിലപ്പോൾ റെഡ് ഇടണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡ് ഇടും. പക്ഷെ പണ്ട് എന്നോട് ഇങ്ങനെ പറയും റെഡ് ഇട്ട് കഴിഞ്ഞാൽ റെഡ് നന്നായിട്ട് കാണാം അങ്ങനെയൊക്കെ പണ്ടൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പം അത്രയും അങ്ങ് ആയിട്ടില്ല. ഒരു പക്ഷേ ഞാനിങ്ങനെ ചെറുതായിട്ട് ഫെയിമായി വരുന്നതുകൊണ്ടായിരിക്കാം എന്നോട് ഞാൻ ഈ ടിക്ടോക്ക് വഴി എൻ്റെ ഫിൽറ്റർലെസ് വീഡിയോസ് ആയിരുന്നു കുറേയും കൂടെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പം ടിക്ടോക്കിൽ കൂടെ എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി കൂടെ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം പിന്നീട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ അധികം റിയലൈസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഒരുപാട് പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്. പഠിത്തം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡോക്ടറാണ് അല്ലേ? അതെ അതെ അതെ. പാഷൻ പ്രൊഫഷൻ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? പാഷനും പ്രൊഫഷനും ടഫാണ് അത് കൊണ്ടുപോകാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ അല്ല, എൻ്റെ സ്കൂൾ ലൈഫിലെ തന്നെ പാട്ടും ഡാൻസൊക്കെ എൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കോളേജ് ലൈഫിലും അതെൻ്റെ കൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്. എൻ്റെ പാരൻസും അച്ഛനൊക്കെ ഒരു കലാകുടുംബത്തിൽ ഉള്ള ആളാണ്. അപ്പോൾ അതൊന്നും ആരും എന്നോട് ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു പാർട്ട്ണറുണ്ട് ഉഡ്ബി. അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പം പിന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ക്ലിനിക്കിലെ ഡോക്ടറാണെങ്കിലും ഷീസ് വെരി സപ്പോർട്ടീവ്. അപ്പം എന്നോട് പറയും പക്ഷേ എപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു പ്രൊഫഷനുണ്ട്, അത് വിട്ടിട്ട് എന്നുള്ളതല്ല. പക്ഷെ അത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ടഫ് ആണെങ്കിലും ഐ വിൽ മാനേജ് ഇറ്റ് എന്നാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ബിസി ഷെഡ്യൂളിനിടയിൽ ഇത് മറ്റേ റീൽസ് എടുക്കാനൊക്കെ ടൈം കിട്ടുന്നത്? അതെങ്ങനെയാണ്? എന്തോരം സാധനങ്ങളാണ്, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ. ശ്രീകുട്ടിയുടെ അക്കൗണ്ട് കയറി നോക്കിയാൽ പലതരം വെറൈറ്റി ആയിട്ടുള്ള പല വീഡിയോസ് കാണും. അല്ല, ഞാൻ അങ്ങനെ അത്ര എഫോർട്ട് എടുത്തിട്ടൊന്നും ഞാൻ ആലോചിക്കാറുണ്ട്. പലരും ഞാനിങ്ങനെ അത്രയും എഫോർട്ടുകളൊന്നും അങ്ങനെ എടുക്കാറില്ല. ഞാനിപ്പോൾ ഇപ്പം അവിടെ ക്ലിനിക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏത് ഡ്രസ്സിലാണോ ഞാൻ ഇട്ടേക്കുന്നത്, വേണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് മുടി അഴിച്ച് ജസ്റ്റ്, അല്ലാതെ വേറെ ഒന്നും ഞാൻ അതിന് ജസ്റ്റ് ഞാൻ കുറച്ചു നേരം കിടക്കും. കാരണം എനിക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുറച്ചു നേരം കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് എണീറ്റ് ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ഡെയിലി റൂട്ടീൻസിലേക്ക് പോകും. കോളേജിലായിരുന്നപ്പം എനിക്ക് കോളേജിൽ 2 മണി വരെ ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സമയം ഇതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ചാൽ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് ഞാൻ റീൽസ് ചെയ്യാറ്. പിന്നെ വേറെ ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ നോക്കിയിരിക്കും എനിക്ക് എന്ത് പണി തരണം എന്ന് വെച്ചിട്ട്. അപ്പം ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബർത്ത്ഡേക്ക് എല്ലാവരും വീഡിയോ ഒക്കെ നമ്മളെ കളിയാക്കാനൊക്കെ ആയിട്ട്
ഒളിഞ്ഞു നിന്ന് വീഡിയോ ഒക്കെ. അപ്പൊ ഞാൻ ഇവർ ഉറങ്ങുന്ന സമയത്തൊക്കെ അതൊക്കെ അവരെടുത്ത് ഷൂട്ട് ചെയ്യാം. മനസ്സിലായി. അത് കാരണം കൊണ്ട് ഞാൻ അത്രയും അവരെയും പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യരുതല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ കോളേജ് വിട്ട് വന്നിട്ടുള്ള സമയം, പിന്നെ ക്ലിനിക്ക് പിന്നെ വന്നിട്ടുള്ള സമയം. ഇത്രയും റീൽസും ഇതിനു മുൻപ് ടിക്ടോക്കും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളല്ലേ, കുറച്ച് ടിപ്പ് പറഞ്ഞു കൊടുക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വൈറലായ ഒരാളല്ലേ, കൊച്ചിനെ ഞാൻ പിടിച്ച് നിർത്തിയേക്കാം, എന്തെങ്കിലും ഉണ്ട് ചോദിച്ചറിഞ്ഞോ കേട്ടോ. റീൽസിനെ പറ്റി ഇപ്പൊ ഞാൻ പറയാം, എന്തെങ്കിലും ഒക്കെ ഒരു ആംഗിൾ ഉണ്ടോ? അല്ല, അത് ഓരോരുത്തരുടെ കംഫോർട്ടബിൾ ആംഗിൾ ഉണ്ട്. അവർക്ക് ചിലപ്പോൾ ഈ സൈഡ് ആയിരിക്കും, ചിലപ്പോൾ ഈ സൈഡ് ആയിരിക്കും, അത് ഡിഫറെന്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു നോർമലായിട്ട് ചെയ്യുകയാണെന്നാണ് കുറേ കൂടി അക്സെപ്റ്റ് ചെയ്യും ആൾക്കാരെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് പിന്നെ ഫിൽറ്ററുകളില്ലാതെ കുറച്ചുകൂടി എനിക്ക് അങ്ങനെയാണ് റീച്ച് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ലിപ്സിങ്കുകളൊക്കെ എൻ്റെ ഒരുവിധം കറക്റ്റായിട്ടാണ് എനിക്ക് ഈ സമയം ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ ലിപ്സിങ്ക് ഔട്ടായിട്ടാണ് വീഡിയോസ് ചെയ്യാറില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ ഒരു ഇതില്ല, അതിങ്ങനെ വായി ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു.